സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പേ നമ്മൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട അത് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 1 മണിക്കൂറോളം വരുന്നൊരു ക്ലാസ്സാണ്. അതുകൂടെ മാക്സിമം നിങ്ങൾ കണ്ട് അതൊന്ന് പ്രയോജനപ്പെടുത്തുക എക്സാം എഴുതുന്നവർ. അപ്പോൾ ഇന്ന് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. 20 മാർക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കതും അനുബന്ധ പോയിൻറ്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചങ്ങ് പോവാം. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിനും വുമൺ സിവിൽ പോലീസ് ഓഫീസറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം അവർക്കൂടെ ഒന്ന് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവർക്കൂടെ ഒന്ന് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻ 1ൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? വിവരാവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെ പ്രസ്താവനകൾ നോക്കാം. വിവരത്തിനായി അപേക്ഷ നൽകിയ പൗരൻ അല്ലാത്ത ഒരു വ്യക്തിയോ ഒരു പൊതു അധികാര സ്ഥാപനമോ ആണ് മൂന്നാം കക്ഷി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം കക്ഷിയുടെ വിവരവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ 11 ആണ്. അതും ശരിയായിട്ടുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ്. മൂന്നാം കക്ഷിയുടെ വിവരവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 11 വരുന്നത്. അതുപോലെ തന്നെ അപേക്ഷ കിട്ടി 5 ദിവസത്തിനുള്ളിൽ ആ ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് മൂന്നാം കക്ഷിക്ക് നൽകേണ്ടതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം കക്ഷിയിൽ നിന്ന് വിവരം ലഭിക്കുന്നതിന് 40 ദിവസം അധികമായാണ് വേണ്ടത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 40 ദിവസമല്ല 30 ദിവസമാണ് നമുക്ക് വിവരം ലഭിക്കാൻ വിവരാവകാശമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാ? ഇതുമായിട്ട് വിവരാവകാശവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഇപ്പോൾ ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരം ലഭ്യമാക്കുന്നതിന് 40 ദിവസമാണ് അധികം വേണ്ടതെന്നുള്ളതാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ എത്ര ദിവസമാണ്? 30 ദിവസമാണ് വേണ്ടത്. ക്ലിയറായി? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില കാര്യങ്ങളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം. അപ്പോൾ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരത്തെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9 ആണ്. പ്രാപ്യത എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. വിവരാവകാശ നിയമപ്രകാരം ചില കാര്യങ്ങളിൽ നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല. അതാണ് സെക്ഷൻ 9 പറയുന്നത്. അതായത് വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില കാര്യങ്ങളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്. സെക്ഷൻ 9 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 9. അപ്പം സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ പറയാം. സെക്ഷൻ 9 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റ് ചില കാരണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 9 വരുന്നത്. അതായത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുള്ള രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിയുടെ പകർപ്പവകാശ ലംഘനമാണെങ്കിൽ ആ വിവരങ്ങൾ നിരസിക്കാവുന്നതാണ്. അങ്ങനെ തുടങ്ങി നമുക്കറിയാമല്ലോ എന്തൊക്കെ വിവരങ്ങളാണ് നിരസിക്കാൻ സാധിക്കുന്ന വിവരാവകാശം. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. നമുക്കെല്ലാവർക്കും പറഞ്ഞു നമ്മൾ മടുത്തിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സെക്ഷൻ 9 എന്താണ്? വിവരങ്ങൾ നിരസിക്കാനുള്ളത്, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വിവരങ്ങൾ നിരസിക്കാനുള്ളതിനെക്കുറിച്ചാണ് പറയുന്ന സെക്ഷൻസാണ് സെക്ഷൻ 9 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന് ആൻസർ ഓപ്ഷൻ സി ആണേ. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴെന്നാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ് വരുന്നത്? 2019 ഓഗസ്റ്റ് 5 പോക്സോ ഭേദഗതി നിയമം 2019 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ക്ലിയറായേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണ് പോക്സോ നിയമം. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന
കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഈ നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാവുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഈ പോക്സോ നിയമം. അപ്പോൾ എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമല്ല ഈ പോക്സോ നിയമം. അങ്ങനെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്ക് പ്രത്യേക കോടതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പ്രത്യേക കോടതികളും പ്രത്യേക നിയമവ്യവസ്ഥയും ഉണ്ട്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാത്തരം അക്രമങ്ങളിൽ നിന്നല്ല, ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് നിയമസംരക്ഷണ നീതി ഉറപ്പാക്കുന്ന നിയമമാണ് പോക്സോ നിയമം. ക്ലിയറായ? അടുത്തത് 2012 നവംബർ 14 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 2012 നവംബർ 14 നിയമം പ്രാബല്യത്തിൽ വന്നത്. അതായത് പോക്സോ ആക്ട് വന്നതാണ് 2012 നവംബർ 14. അതുപോലെ തന്നെ 2012 ജൂൺ 19 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഈ പോക്സോ ആക്ടിന്. മറക്കല്ലേ, 2012 ജൂൺ 19 രാഷ്ട്രപതിയുടെ അംഗീകാരം പോക്സോ ആക്ടിന് ലഭിച്ചത്. 2012 നവംബർ 14 എന്താണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നെയാണ് 2012 നവംബർ 14 നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുപോലെ തന്നെ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 30 ദിവസത്തിനുള്ളിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എപ്പോഴാണോ പരാതി സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാണ് നമ്മൾ പോക്സോ ആക്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, കുറ്റം ചെയ്തിരിക്കുന്നത് 18 വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ശിക്ഷ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം കുറ്റം ചെയ്തിരിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ ശിക്ഷ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്കറിയാം, നമ്മളിവിടെ ജൂനിയൽ കോടതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം 18 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടി കുറ്റം ചെയ്താൽ തന്നെയാണ്, ഏത് കുറ്റം ചെയ്താലും, പോക്സോ നിയമത്തിലുള്ള കുറ്റം ചെയ്താലും ആ കുട്ടിക്ക് ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബാക്കിയെല്ലാം വരുന്നത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയേ. അതായത് പോക്സോ ഭേദഗതി നിയമം 2019 പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5 അത് നമ്മൾ പറഞ്ഞില്ല. അതുപോലെ തന്നെ ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 1 അതുപോലെ തന്നെ ബില്ല് രാജ്യസഭയിൽ 2019 ജൂലൈ 24 അതുപോലെ തന്നെ ഈ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സ്മൃതി സുബിൻ ഇറാനിയാണ്, കേന്ദ്ര വനിതാ ശിശു വകുപ്പ് മന്ത്രിയായ സ്മൃതി സുബിൻ ഇറാനിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് രാജ്യസഭയിൽ. അതുപോലെ തന്നെ ലോകസഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് സെക്ഷൻ 2, 4, 5, 6, 9, 14, 15, 34, 42, 45 എന്നീ സെക്ഷൻസാണ് ഭേദഗതി നിയമപ്രകാരം ചേഞ്ച് ആക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് മാക്സിമം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കൊക്കെയിൻ NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ്. കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? അപ്പോൾ NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചുള്ള NDPS ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 27. അപ്പോൾ സെക്ഷൻ 27 കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് NDPS ആക്ടിലെ വകുപ്പ്. അപ്പോൾ ബാക്കി സെക്ഷൻസ് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം. സെക്ഷൻ 31 എന്താണ് വരുന്നത്? സെക്ഷൻ 31 കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള, റിപ്പീറ്റ് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 31. റിപ്പീറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. സെക്ഷൻ 31 റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 31. സെക്ഷൻ 31 ഇവിടെ 21 21 ഈ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ തെറ്റിപ്പോയതാണ്. സെക്ഷൻ 21 എന്താണ് അപ്പം വരുന്നത്? ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയാണ്. സെക്ഷൻ 21 ഡ്രഗ്സ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ലംഘനത്തിലുള്ള ശിക്ഷ വരുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 19 വരുന്നത് കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് കൊക്കെയിൻ, മോർഫിൻ എന്നിവ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പാണ് ഓപ്ഷൻ എ സെക്ഷൻ 27 ആൻസറായിട്ട് വരുന്നത്.
അടുത്തത് NDPS ആക്ട് ഭേദഗതി ചെയ്ത വർഷമാണ്. NDPS ആക്ട് ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? ഓപ്ഷൻ ബി 1988 ആദ്യമായിട്ട് ഭേദഗതി ചെയ്ത്. നമ്മുടെ ഈ NDPS ആക്ട് 3 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒന്ന് 1988, അതുപോലെ തന്നെ 2001 ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2000 പഠിച്ചു വെച്ചോണേ, ഇയർ അങ്ങോട്ട് മാറില്ലേ. 2001, 2014 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1988 ഭേദഗതി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2001 ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2014 ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2014 3 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, മരണമൊഴിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? മരണമൊഴിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി എടുക്കേണ്ടത്. അപ്പോൾ ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയായി എടുക്കാവുന്നതാണ്. അപ്പോൾ ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഓപ്ഷൻ സി എന്താണ്? രണ്ടും ശരിയാണ്. ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ആൻസറായിട്ട് വരുന്നത് ഏതാണ്? സി അല്ലേ ആൻസറായിട്ട് വരുന്നത്. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതായത് ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി എടുക്കേണ്ടതും, അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയെ പരിഗണിക്കാവുന്നതുമാണെന്ന് പറയുന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും മരണമൊഴിയുമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് നമ്മൾ പഠിച്ചത്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ടത് വരുന്നത്. അതായത് മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച് വരുന്നതാണ് സെക്ഷൻ 32 വരുന്നത്. അപ്പം 32 വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ 32 വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 32(1) പ്രകാരമാണ് മരണമൊഴി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാളിൻ്റെ മരണകാരണത്തെ പറ്റിയോ മരണത്തിന് ഇടയാക്കിയ സംഭവത്തെക്കുറിച്ചോ മരണം സംഭവിക്കുന്നതിന് മുമ്പ് വാക്കാലോ രേഖാമൂലമോ ആംഗ്യഭാഷയിലോ നൽകുന്ന മൊഴിയാണ് മരണമൊഴി എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചാണ്. സെക്ഷൻ 32 മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ചോദ്യോത്തര രൂപത്തിലായിരിക്കണം മരണമൊഴി എന്നത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പുകൾ മരണമൊഴിയായി പരിഗണിക്കാവുന്നതുമാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാം മരണമൊഴി ആർക്കൊക്കെ മുമ്പിലാണ് നൽകേണ്ടത്? ഒരു മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ മരണമൊഴി രേഖപ്പെടുത്താം. അപ്പോൾ മരണമൊഴിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്ര സെക്ഷൻസാണ് നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ ഈ 8ാമത്തെ ക്വസ്റ്റ്യനാണ്, കേൾവി തെളിവുകൾ അനുവദനീയമായ സാഹചര്യങ്ങൾ. അപ്പോൾ കേൾവി തെളിവുകൾ അനുവദനീയമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാം. മരിച്ചുപോയ വ്യക്തിയായിരിക്കണം. കേൾവി തെളിവുകൾ മരിച്ചുപോയ വ്യക്തിയായിരിക്കണം. കണ്ടെത്താൻ സാധിക്കാത്ത വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ തെളിവ് നൽകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കണം. അതുപോലെ തന്നെ കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്ത വ്യക്തികൾ. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 ആൻസറായിട്ട് വരുന്നത്. അതായത് കേൾവി തെളിവുകൾ അനുവദനീയമായ സാഹചര്യങ്ങൾ മരിച്ചുപോയ വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ കണ്ടെത്താൻ സാധിക്കാത്ത വ്യക്തിയായിരിക്കണം. തെളിവ് നൽകാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കണം. അതുപോലെ തന്നെ കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയാത്ത വ്യക്തികളുമായിരിക്കണം. ക്ലിയറായ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് ഏത്? അപ്പോൾ ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ട IT ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 66D അല്ലേ ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പം നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 66D ആണ് ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ട. അതായത് പണിഷ്മെൻറ്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണാലിറ്റി ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്. അതായത് ഇത്രയേ ഉള്ളൂ. ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 66D. അതായത് വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനിക്കുകയും വ്യാജ ഫോൺ കോളുകൾ നടത്തുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ജസ്റ്റ് ഒന്ന് ശിക്ഷയോട് അറിഞ്ഞിരുന്നു. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 66D നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ 66C എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്. നമ്മൾ പഠിച്ചതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അതായത് മറ്റു വ്യക്തികളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വ്യക്തിവിവര മോഷണവും സെക്ഷൻ 66C പ്രകാരം കുറ്റകരമാണ്. അതും 3 വർഷവും 1 ലക്ഷം രൂപ വരെ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 66C. അപ്പം എന്താണ്? ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പം ആൾമാറാട്ടവുമായിട്ട് ബന്ധപ്പെട്ടത് സെക്ഷൻ 66D. സെക്ഷൻ 66E എന്താണ്? വയലേഷൻ ഓഫ് പ്രൈവസിയാണ്. പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി. അതായത്
ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അതായത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ് വരുന്നത്, പണിഷ്മെൻറ്റ് ഓർ വയലേഷൻ ഓഫ് പ്രൈവസി. അപ്പോൾ സെക്ഷൻ 66B നമ്മൾ എന്താണ് 66B നമ്മൾ പഠിച്ചതാണ്. പണിഷ്മെൻറ്റ് ഓർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതായത് 66B ഇത്രയേ ഉള്ളൂ. മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതുമാണെന്ന് കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 66B. അതായത് മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ കുറ്റകരമാണെന്നാണ് പറയുന്നത് സെക്ഷൻ 66B. അപ്പോൾ നമ്മൾ എല്ലാ സെക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ചോർത്തുകയും അതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ് ലഭിക്കാവുന്നത്? 3 വർഷത്തെ തടവാണ്. 3 വർഷത്തെ തടവും പ്ലസ് ഒന്നുകൂടെ വരും. 3 വർഷത്തെ തടവും 1,00,000 രൂപ വരെ പിഴയും വരും. 3 വർഷത്തെ തടവും 1,00,000 രൂപ വരെ പിഴയും വരും. അപ്പോൾ അത് ഏത് സെക്ഷനിലാണ് വരുന്നത്? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതാണ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡ് എന്നിവ തുടങ്ങിയവ ഉപയോഗിച്ചാലുള്ള വ്യക്തിവിവര മോഷണം സെക്ഷൻ 66C ആണ് വരുന്നത്. സെക്ഷൻ 66C ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്താണ്? 3 വർഷത്തെ തടവ് വരും. അതിൻ്റെ കൂടെ തന്നെ 1,00,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് അത്. 1,00,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ IPC സെക്ഷൻ 359 പ്രകാരം മോഷണം എത്ര വിധത്തിലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോഷണം 2 വിധത്തിലാണുള്ളത്. IPC സെക്ഷൻ 359 പ്രകാരം മോഷണം എത്ര വിധത്തിലുണ്ട്? 302 വിധത്തിലാണുള്ളത്. അതായത് IPC സെക്ഷൻ 359 പ്രകാരം മോഷണം 2 തരത്തിലുള്ള മോഷണമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏതൊക്കെയാണ് 2 തരം? ഇന്ത്യയിൽ നിന്നുള്ള ആൾമോഷണം, നിയമപരമായ രക്ഷകർത്തത്തിൽ നിന്നുള്ള ആൾമോഷണമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ്? അപ്പം ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഏത് വകുപ്പിലാണ് വരുന്നത്? സെക്ഷൻ 376 അല്ലേ? സെക്ഷൻ 376 IPCയിലെ ബലാത്സംഗത്തിനുള്ള ശിക്ഷ. അപ്പം ബലാത്സംഗത്തിന് ഉള്ള സെക്ഷൻ ഏതാണ്? ബലാത്സംഗവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 375 അതുപോലെ തന്നെ ബലാത്സംഗത്തിനുള്ള ശിക്ഷ വരുന്നത് സെക്ഷൻ 376. അപ്പോൾ എന്താണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷയായിട്ട് വരുന്നത്? 7 വർഷത്തിൽ കുറയാത്തതും അല്ലെങ്കിൽ ജീവപര്യന്തം വരെ പിഴയും ഉള്ള ശിക്ഷയാണ് കിട്ടുന്നത് ബലാത്സംഗത്തിനുള്ള ശിക്ഷ. സെക്ഷൻ 376 ബലാത്സംഗത്തിലുള്ള ശിക്ഷയായിട്ട് വരുന്നത്. അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു. 324 എന്താണ്? നമ്മൾ പഠിച്ചതാണ്. അപായകരമായ ആയുധങ്ങളാലെയോ മറ്റു മാർഗങ്ങളാലോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് സെക്ഷൻ 324. സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് സെക്ഷൻ 324. നമ്മൾ പഠിച്ചതാണ്. ആയുധങ്ങളാലോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളാലോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് സെക്ഷൻ 324 വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. അടുത്ത സെക്ഷൻ 394 വരുന്നത് എന്താണ്? കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് സെക്ഷൻ 394. നമ്മൾ പഠിച്ചതാണ്. അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഭ്രാന്ത് ഒരു പൊതു അപവാദമായി കണക്കാക്കാം. 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടി അപക്വമായ ധാരണയാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. 2 പ്രസ്താവനകളും ശരിയാണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? ഏതാണ് ആൻസറായിട്ട് വരുന്നത്? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടി അപക്വമായ ധാരണയാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പം ഭ്രാന്ത് ഒരു പൊതു അപവാദമായി കണക്കാക്കാമെന്നും അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത്, തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ബി ആണ്. 12 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടി അപക്വമായ ധാരണയാൽ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊതു അപവാദങ്ങൾ ഉൾപ്പെടുന്ന IPCയിലെ അധ്യായം ഏത്? പൊതു അപവാദങ്ങൾ ഉൾപ്പെടുന്ന IPCയിലെ അധ്യായം ഏത്?
അധ്യായം 4 പൊതു അപവാദങ്ങൾ ഉൾപ്പെടുന്ന IPCയിലെ അധ്യായം ഏതാണ്? അധ്യായം 4. പൊതു അപവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായ ജനറൽ എക്സെപ്ഷൻസ് ആണ്, അതായത് പൊതുവായ ഒഴിവാക്കലുകൾ. അതായത് നമ്മൾ പഠിച്ചതാണ്, ഒരു കുറ്റം സംഭവിച്ചാൽ കുറ്റവാളിയുടെ ശിക്ഷ നൽകുന്നതിന് മുമ്പ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകും എന്നാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ആ വകുപ്പുകൾ 76 മുതൽ 166 വരെയാണ് പ്രതിപാദിക്കുന്നത് പൊതുവായ ഒഴിവാക്കലുകളെ പറ്റി. നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ അധ്യായം 4 വരുന്നത് പൊതു അപവാദങ്ങൾ. അടുത്തത് കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ എന്ത്? കൊഗ്നൈസബിൾ കുറ്റം എന്നാൽ എന്ത്? ഓപ്ഷൻ എ ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, ഓപ്ഷൻ ബി പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റം, ഓപ്ഷൻ സി ജാമ്യം അനുവദിക്കേണ്ടാത്ത കുറ്റം, ഓപ്ഷൻ ഡി പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത കുറ്റം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? നമ്മൾ സ്ഥിരം പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് ഇതിന് ആൻസർ വരുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റമാണ് കൊഗ്നൈസബിൾ കുറ്റം. വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെ കഠിനമായിട്ടുള്ളൊരു കുറ്റം ചെയ്ത ഒരാളായിരിക്കാനുള്ള നമുക്ക് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനാണ് നമ്മൾ കൊഗ്നൈസബിൾ കുറ്റമായിട്ട് പറയുന്നത്. അപ്പോൾ കൊഗ്നൈസബിൾ കുറ്റം എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള കുറ്റമാണ് കൊഗ്നൈസബിൾ കുറ്റമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി. അപ്പോൾ ക്രിമിനൽ നടപടി CRPC ആണ്. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതിന് ആൻസർ എത്രയാണ്? 24 മണിക്കൂറാണ്. ഓപ്ഷൻ ബി 24 മണിക്കൂർ. നമുക്കെല്ലാവർക്കും അറിയാം. 17ാമത്തെ ചോദ്യം, അന്വേഷണ സമയത്ത് വാറന്റ് ഇല്ലാതെ സെർച്ച് നടത്താവുന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ അന്വേഷണ സമയത്ത് വാറന്റ് ഇല്ലാതെ സെർച്ച് നടത്താവുന്ന ഉദ്യോഗസ്ഥൻ ഏതാണ്? നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തന്നെ അറിയാം. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കയറി അന്വേഷണ സമയത്ത് വാറന്റ് ഇല്ലാതെ സെർച്ച് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രമേ അന്വേഷണ സമയത്ത് വാറന്റ് ഇല്ലാതെ സെർച്ച് നടത്താവുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കോമൺ ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം ബേസ് ക്വസ്റ്റ്യൻ ആണ്. കേരള പോലീസ് ആക്ട് നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാം 2011 കേരള പോലീസ് ആക്ട് 2011 അതിൻ്റെ പേര് വരുന്നത്. അടുത്തത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 എന്താണ്? പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ് സെക്ഷൻ 31 വരുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനത്തെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 37 നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനത്തെ പറ്റി പറയുന്നത്. സെക്ഷൻ 37 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 29 സെക്ഷൻ 29. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 64 സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതിനെ കുറിച്ച് പറയുന്നു. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിലുള്ള പ്രവേശനത്തിനെ പറ്റി സെക്ഷൻ 37 വരുന്നത് കേരള പോലീസ് ആക്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 വരുന്നത്. കമ്മ്യൂണിറ്റി പോലീസിനെ കുറിച്ചുള്ള സെക്ഷൻ 64 വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന പോലീസ് നിയമത്തിലെ വകുപ്പ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്? ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 7 സെക്ഷൻ 7 ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പാണ് സെക്ഷൻ 7. അതുപോലെ തന്നെ സെക്ഷൻ 8 എന്താണ്? സെക്ഷൻ 8 നമ്മൾ പഠിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതായത് പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള
പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 8 വരുന്നത്. പീപ്പിൾസിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്. പീപ്പിൾസിനുള്ള അവകാശം, അതായത് പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 8 വരുന്നത്. അതുപോലെ തന്നെ ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന പോലീസ് നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ 7. ബാക്കി 2 സെക്ഷൻസ് നമ്മുടെ സിലബസിലില്ല, അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയുമാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ 1-ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനിയും നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കേരള സിവിൽ പോലീസ് ഓഫീസർ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ് എങ്ങനെ ഉണ്ടെന്നൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം 5-6 ക്വസ്റ്റ്യൻസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സെറ്റാക്കി എല്ലാം 20 വെച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് മാക്സിമം നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങളെക്കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏതാണ്ട് 1 മണിക്കൂറോളം വരുന്നൊരു ക്ലാസ്സാണ്. അത് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അത് മാക്സിമം കണ്ടിട്ട് തന്നെ ബാക്കിയുള്ള ക്ലാസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ആ ക്ലാസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ സപ്പോർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സസ് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സെറ്റാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം സെറ്റാവും. അപ്പോൾ പുതിയൊരു സെറ്റ് മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ തന്നെ വരുന്നതാണ്. അടുത്ത ദിവസം തന്നെ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പം മറക്കാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പം താങ്ക് യു ഓൾ.